ഇരിക്കട്ടെ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഹോശേയ പ്രവാചകന്റെ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ്. മരുഭൂമിയിലെ മുന്തിരിപ്പഴം പോലെ ഇസ്രായേലേ, ഞാൻ നിങ്ങളെ കണ്ടെത്തി. അത്യവൃഷ്ടിയിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളെ പിതാക്കന്മാരെ കണ്ടു. ഹല്ലേലൂയ. പ്രിയരേ, മിസ്രയീമിൽ നിന്നും അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഇസ്രായേൽ ജനങ്ങളെ കർത്താവ് എന്തുമാത്രം സ്നേഹിച്ചുവെന്നും എത്രമാത്രം ബഹുമാനത്തോടെ കണ്ടുവെന്നും തെളിയിക്കുന്നതാണ് ഈ പ്രവചനം. മരുഭൂമിയുടെ ഏറെ ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച അംശനായ ഒരു മനുഷ്യൻ തൻ്റെ മുമ്പിൽ ഒരു മുന്തിരിച്ചെടി നിറയെ മുന്തിരിപ്പഴവുമായി നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം, സന്തോഷം, ഒരു പ്രതീക്ഷ, ഒരു പുതിയൊരു ഉണർവ്, ഒരു പുതിയൊരു ആത്മീക ഉണർവ് ഉണ്ടാകുന്ന പോലെയാണ് പ്രിയരെ. ഒരു ആത്മീക മനുഷ്യനെ അല്ലെ ദൈവത്തിന് മകനെ മകളെ കർത്താവ് കാണുമ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ ഉണ്ടാവുന്നത് അവിടുത്തെ ആനന്ദം, അവിടുത്തെ സന്തോഷം. ഹല്ലേലൂയ. നാം അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ, അവിടുത്തെ വചനത്തിൽ ജീവിക്കുമ്പോൾ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ ശിരസായി വഹിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞ് പങ്കുവെച്ച് അവിടുത്തെ സാക്ഷിയായി ജീവിക്കുമ്പോൾ പിതാവായ ദൈവത്തിനും സ്വർഗത്തിനും ഉണ്ടാകുന്ന ആ സന്തോഷവും ആനന്ദവുമാണ് പ്രിയരെ ഇവിടെ വിവരിക്കുന്നത്. തീർച്ചയായും നമ്മെ നോക്കി സ്വർഗത്തിന് പറയാൻ കഴിയണം, ഒരു മുന്തിരിപ്പഴം പോലെ നിന്നെ ഞാൻ കണ്ടെത്തി. മരുഭൂമിയിലെ മുന്തിരിപ്പഴം പോലെ, മുന്തിരിപ്പഴം പോലെ നിന്നെ ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളോട് സ്വർഗത്തിന് പറയാൻ കഴിയണം, അത്തിമരത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ കണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയരേ, ഇതുപോലെ നമ്മുടെ ദൈവം നമുക്ക് നൽകിയ അനുഭവങ്ങളും ആ ജീവന്റെ വചനവും നമ്മുടെ തലമുറയ്ക്കും പകർന്നു നൽകി ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാനുള്ള ഒരു പുതിയൊരു വഴി കാണിച്ചു കൊടുക്കുവാൻ, അവർക്കൊരു മാതൃകയായി നമുക്ക് ജീവിക്കുവാൻ കഴിയണം. നാം അവർക്കൊരു മാതൃകയായി ജീവിച്ചാൽ മാത്രമേ അവരും ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ വഴികളിലൂടെ സഞ്ചരിച്ച് അതിൽ യാത്ര ചെയ്ത് അതിലവർ ജീവിക്കുകയുള്ളൂ. അങ്ങനെ അവർ ദൈവത്തിന്റെ മക്കളായി തീരുകയുള്ളൂ. അപ്പോൾ സ്വർഗം അവരെ നോക്കി പറയും, അത്യവൃക്ഷത്തിലുണ്ടായ ആദ്യ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടുവന്നു. ഹല്ലേലൂയ. നൽകിയ വചനത്തിനായി കർത്താവെ നന്ദി പറയും, പ്രാർത്ഥിക്കും. കർത്താവെ, നൽകിയ വചനത്തിന് സ്തോത്രമപ്പ. മരുഭൂമിയിലെ മുന്തിരിപ്പഴം പോലെ ഞങ്ങളെ കണ്ടെത്തുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. അത്യവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞങ്ങളെ കണ്ടെത്തിയെന്ന് ഞങ്ങളുടെ മക്കളോട് പറയുകയും ചെയ്യണമേ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ.